ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസാലപ്പണിയിലാണ് കേട്ടോ. മസാലപ്പണിയിൽ ഇന്ന് ചായക്ക് പൂരിയാണ്, പൂരി മസാലയാണ് അവർക്ക്. അപ്പോൾ മസാലപ്പണി പകുതിയായി. പൂരിയുടെ പണി ഇനി പരത്തും കൂടെ വേണ്ട. നമ്മൾ നേരത്തെ തുടങ്ങണ കാരണം അത്ര നേരത്തെ മുറിലേക്കനെ ഇനിയിപ്പിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണികൾ തുടങ്ങിയിട്ടാ. കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂരി പരത്തി ചൂടാലോ. അപ്പൊ അതിക്ക് കറിയുടെ പണി അവസാനിപ്പിക്കാനാണ് കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന്, കുറച്ച് കേട്ടാ. ഞാൻ ഹോട്ടലില് മസാല കറിയൊക്കെ വെക്കാനത് കണ്ടിട്ടുള്ള ഒരു പരിചയമാണ് കേട്ടോ. പക്ഷെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മസാലക്കറിക്ക് നല്ല പ്രത്യേക ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഇന്നലെ പൂരി പ്രസ് വാങ്ങിയിട്ടാ. ഇതുണ്ടായിരുന്നില്ല നമ്മുടെ അവിടെ. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കൈകൊണ്ട് പരത്തി ചൂടിനെയായിരുന്നു, ചപ്പാത്തി ആയാലും പൂരി ആയാലും. പക്ഷെ ഇത് ഇന്നലെ പോയി വാങ്ങി. ഇത്ര പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഇതിനൊരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടാ. ഇവിടെ ഈ വെള്ള സാധനം മടർന്ന് പോന്നു കൊടുക്കണം. അത് നമ്മൾ കടയിൽ നിന്ന് ശ്രദ്ധിച്ചില്ല. ഈ ഭാഗത്ത് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഈ വെള്ള കോട്ടിങ് ഉണ്ടല്ലോ, അതിങ്ങനെ പോന്നു കൊടുക്കണം. അപ്പൊ ഇത് കൊണ്ടുപോയി മാറ്റണം. ഞാൻ എന്തായാലും പരത്തിയിട്ടാ കൊണ്ടു കൊടുക്കണുള്ളൂ. ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇനി ഉപയോഗിക്കാനും മാർഗമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാന്ന് ചോദിക്കണം. കാരണം ഇന്നലെ വാങ്ങിച്ചു വരുമ്പോഴേക്കും മുരളേട്ടനെ പോയിണ്ടായിരുന്നേ. ആളത് അത്ര ശ്രദ്ധിച്ചില്ല തോന്നുന്നു. ഇവിടെ എത്തിയിട്ട് പിന്നെ രാത്രി നേരത്ത് ഇന്നലെ ചപ്പാത്തി, അവർക്ക് രാത്രിക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നേ. അപ്പൊ ചപ്പാത്തി ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി വെച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു കാര്യം പറ്റി. എന്റെ ഒരു കാപ്പി കൂടി കഴിഞ്ഞു കേട്ടാ. എണീറ്റ് വന്ന വശം ഭയങ്കര വിശപ്പ്. അപ്പൊ വേഗം ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു. മുരളേട്ടന കറണ്ട് പോയി. കാണണ്ട മുഖം, കാണണ്ട. ഇന്ന് എത്ര വട്ടാ കറണ്ട് പോകണമെന്ന് അറിയാ. ഡെയിലി ഞാൻ ഈ പണി ചെയ്യുമ്പോ കറണ്ട് പോയിട്ട് ഓഫ് ചെയ്ത് വെച്ചു. ഇവിടത്തെ ആണെങ്കിൽ എമർജൻസി ലൈറ്റിന്റെ ഒരു വയറ് കട്ടായി കൊടുക്കണം. അത് ഇരുന്ന് ഇങ്ങനെ പൊട്ടിയത് എന്താണെന്ന് അറിയില്ല. അപ്പൊ പിന്നെ ടോർച്ച് അടിച്ച് വെച്ചിട്ട് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ കുറച്ചു നേരം അടുക്കളയിൽ നമ്മൾ പുറത്തേക്ക് പോയി. അതുകൊണ്ട് ഇന്ന് നേരം അത്യാവശ്യം ആയില്ല കേട്ടാ. 6:45 ഇപ്പോ. കറണ്ട് വരുമോ? കറണ്ട് വരുമോ? നമ്മൾ ഓരോന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇന്നലെ പൂരി ഉണ്ടാക്കാൻ എണ്ണ വാങ്ങിക്കാൻ മറന്നു കേട്ടാ. സൺഫ്ലവർ ഓയില്. ഇനിയിപ്പോ അടുത്ത് കടപ്പ തുറന്നിട്ട് വേണം പൂരി ഉണ്ടാക്കാൻ. എത്രയൊക്കെ നമ്മള് ആലോചിച്ച് ബില്ല് എഴുതിയാലും ചില സമയത്ത് നമ്മൾ മറക്കും. അപ്പൊ ഇവിടെ ഉള്ളത് വെളിച്ചെണ്ണയാണ്. അത് കുറച്ചുള്ളൂ. നമ്മള് പൂരിയൊക്കെ സൺഫ്ലവർ ഓയിലായിട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇനി അത് വാങ്ങിച്ചിട്ട് വേണം എനിക്ക് പൂരി ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ പരത്താൻ പറ്റണതൊക്കെ പരത്തി വെക്കട്ടെ. അപ്പൊ എനിക്ക് വേഗം എണ്ണ ചൂടായ പെട്ടെന്ന് ഇട്ട് എടുക്കാമല്ലോ. കറണ്ട് വന്നു കേട്ടോ.
കിട്ടി ഫ്രണ്ട്സ്, കിട്ടിപ്പോയി. നമ്മുടെ ഓയിൽ എത്തിയിട്ടാ. കഴിയുന്നതിനനുസരിച്ച് കുറേശ്ശെ ഒഴിക്കാം. ചൂടാവട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു തരണതേ ഇത് ഇച്ചിരി കട്ടിയുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തി കഴിഞ്ഞ് ഇച്ചിരി വട്ടം കിട്ടും, കട്ടി കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ടാ. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. എല്ലാം കൂടി പറിക്കാൻ സമയം ഉണ്ടായില്ലെങ്കിൽ വെച്ചിട്ടാ നമ്മൾ ഓരോന്ന് പറിച്ച് വെച്ചത്. അപ്പോൾ പറിച്ച് വെച്ചത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പൊ ഞാനേ പൂരിയൊക്കെ കംപ്ലീറ്റ് ചുട്ടെടുത്തിട്ട് കാണിക്കാട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അവസാന പൂരിയാണ് കേട്ടാ. പൂരി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു. ഇനി അതിങ്ങോട്ട് പാക്ക് ചെയ്ത് കൊടുത്തയക്കാൻ കേട്ടാ. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളും നോക്കുള്ളൂ. ഇനി കഞ്ഞിക്ക് ചമ്മന്തി കുടിക്കണം, പിന്നെ മീൻ നന്നാക്കി കറി വെക്കണം, ചോറ് വെക്കണം. അവിടേക്ക് ഒന്നും നോക്കിയിട്ടില്ല കേട്ടാ. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ദേവട്ടി എന്തായാലും പൂരി മസാല കൊണ്ടുപോകണ്ടോ, പിന്നെ ചോറ് അവൾക്കാവാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും വെക്കണ്ടല്ലോ. അപ്പൊ നല്ല സോഫ്റ്റ് പൂരി കേട്ടോ. കണ്ട അവസാനം വരയ്ക്കും നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ വെറും ഗോതമ്പ് പൊടിയിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചത്. ഉപ്പും പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചു, വേറെ ഒന്നും ചേർത്തിട്ടില്ല, റവയും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ നല്ല സോഫ്റ്റ് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ഞാനേ മീൻ വറുക്കാളയിലും മീൻ കറിക്കുള്ളതും റെഡിയാക്കാണ് കേട്ടാ. അപ്പോൾ ചായക്ക് കടി കൊണ്ടുപോയി കൊടുത്തിട്ട് അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മുരളേട്ടൻ വന്നോട്ടെ. ഇനി ഇതാ ചമ്മന്തിയും മീൻ വറുത്തതിലുള്ള മസാലയായിട്ട് പോവാണ്. കഞ്ഞിക്ക് ആരെങ്കിലും വന്നാൽ നമുക്ക് ചമ്മന്തിയും സ്പെഷ്യലായിട്ട് ചിലർ മീൻ വറുത്ത് ചോദിക്കാം. അപ്പം ഇത് ഫസ്റ്റ് കഴിച്ചിട്ട് വേണം, ഇനി ഇത് കൊടുത്തയച്ചിട്ട് വേണോ മീൻകറി റെഡിയാക്കാം. മീൻകറി റെഡിയാക്കി പിന്നെ ഞാനും ഒരുമിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്നും ആയിട്ട് പിടിക്കാനൊന്നും പറ്റണില്ല. പറ്റണെ പോലെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും എല്ലാം അറിയിക്കുക, എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ എന്നുള്ളത് അറിയിക്കുക കേട്ടോ. അപ്പം ഇനി നമ്മുടെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.